ഇന്ദ്രജിത്ത് സുകുമാരൻ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുള്ള ഞാൻ കണ്ടതാ സാറേ എന്ന സിനിമയിൽ ഇന്റർവെല്ലിനോട് അടുക്കുമ്പോൾ താൻ എങ്ങോട്ടാണ് കയറി ചെന്ന് കൊടുത്തിട്ടുള്ളത് എന്ന തിരിച്ചറിവ് ജോക്കുട്ടൻ എന്ന കേന്ദ്ര കഥാപാത്രത്തിന് വരുന്നുണ്ട്. പോലീസിനോട് സാക്ഷി പറയാൻ പോയി ആകപ്പാടെ പെട്ടുപോകുന്ന ഒരു പ്രത്യേക സാഹചര്യമാണത്. ആ ഒരു സാഹചര്യത്തെ എങ്ങനെ ടാക്കിൾ ചെയ്യുമെന്ന് നമ്മളെ കൊണ്ട് ചിന്തിപ്പിച്ചിട്ടാണ് സിനിമയുടെ ആദ്യ പകുതി അവസാനിപ്പിക്കുന്നത്. പക്ഷേ രണ്ടാം പകുതിയിലേക്ക് വരുമ്പോഴേക്കും അത്രയും നേരം ബിൽഡ് ചെയ്ത പലതിനെയും ഇഗ്നോർ ചെയ്തുകൊണ്ട് സില്ലിയായ തമാശകൾക്ക് പുറകെ സിനിമ പോകുന്നുണ്ട്. സിനിമയ്ക്ക് യാതൊരു ഗുണവുമില്ലാത്ത ട്രാക്കുകളടക്കം പല സബ്പ്ലോട്ടുകളിലൂടെയും പോയി അനാവശ്യമായ റൺ ടൈം കൂട്ടുന്നത് പോലെയാണ് സിനിമ മുന്നോട്ട് പോകുന്നത് കാണുമ്പോൾ തോന്നുന്നത്. ഏറ്റവും അവസാനം വരുന്ന മാസ്റ്റർ പ്ലാൻ റിവീലിംഗ് ഒന്നും ഈ ഒരു വലിപ്പിക്കൽ കാരണം സിനിമയ്ക്ക് ഉണ്ടായിട്ടുള്ള ഡാമേജ് കുറയ്ക്കാൻ സഹായിക്കുന്നില്ല. ജോക്കുട്ടൻ എന്ന ടാക്സി ഡ്രൈവറാണ് നമ്മുടെ കേന്ദ്ര കഥാപാത്രം. അയാളുടെ ഒരേ ഒരു അനിയത്തിയുടെ കൂടെയാണ് അയാൾ താമസിക്കുന്നത്. ഒരു ഘട്ടത്തിൽ ഒരു സുഹൃത്തിനെ കാണാൻ ഒരു ലോഡ്ജിൽ പോയ ജോക്കുട്ടൻ ഒരു പോലീസുകാരൻ്റെ കൊലപാതകം കാണാൻ ഇടയാകുന്നു. എന്ത് ചെയ്യണമെന്ന് അറിയാതെ അന്താളിച്ചു പോകുന്ന ജോക്കുട്ടനോട് ഈ കാര്യം സ്റ്റേഷനിൽ പോയി പറഞ്ഞാൽ എന്തോ റിവാർഡ് കിട്ടുമെന്ന് കൂട്ടുകാരൻ പറഞ്ഞ് പിരികേറ്റുന്നു. കണ്ട കാര്യം പറയാൻ സ്റ്റേഷനിൽ പോകുന്ന ജോക്കുട്ടൻ അവിടെ വെച്ച് നേരിടേണ്ടി വരുന്ന ചില പ്രശ്നങ്ങളാണ് ഞാൻ കണ്ടതാ സാറേ എന്ന ത്രില്ലറിൽ നമ്മൾ കാണുന്നത്. സാമാന്യം നല്ലപോലെ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള സ്ക്രിപ്റ്റിംഗ് ട്രോപ്പുകളാണ് ഈ സിനിമയുടെ പ്രധാന പ്രശ്നം. ഈ ഔട്ട്ഡേറ്റഡ് സ്വഭാവം സിനിമയുടെ ക്ലൈമാക്സിലേക്ക് അടുക്കുമ്പോൾ അങ്ങോട്ട് കൂടുന്നുണ്ട്. 2 മണിക്കൂറിൽ താഴെ മാത്രം ദൈർഘ്യം ഉണ്ടായിട്ട് കൂടി ഈ സിനിമയ്ക്കകത്ത് അനാവശ്യമായ കോമഡി ട്രാക്കുകളും സിനിമ മുഴുവൻ കാണാതെ തന്നെ ഒരാവശ്യവും ഇല്ലാത്തതാണെന്ന് ആർക്കും ഊഹിക്കാൻ പറ്റുന്ന ചില കഥാപാത്രങ്ങളും ഉണ്ട്. കേന്ദ്ര കഥയോട് ചേർന്ന് നിന്ന് നമ്മളെ പിടിച്ചിരുത്തുന്ന മൊമെൻറ്റുകൾ ഒന്നിനു പുറകെ ഒന്നായി ക്രിയേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു തിരക്കഥ തന്നെയാണ് ഈ സിനിമയെ നിരാശപ്പെടുത്തുന്ന ഒന്നാക്കി മാറ്റുന്നത്. ഇന്റർവെല്ലിലെ ട്വിസ്റ്റും സിനിമയുടെ അവസാനം വരുന്ന റിവീലിങ്ങുകളുമായിരിക്കണം സംവിധായകനായ വരുൺ ജി പണിക്കരെയും അരുൺ കരിമുട്ടത്തെയും ഇതിൽ ഒരു ത്രില്ലറിന് സാധ്യതയുണ്ട് എന്ന് തോന്നിപ്പിച്ചത്. പക്ഷെ മോശം സിനിമകളിൽ സ്ഥിരം സംഭവിക്കുന്ന ഒരു കാര്യം ഇവിടെയും സംഭവിക്കുന്നുണ്ട്. ഒരു ഐഡിയ ഡെവലപ്പ് ചെയ്ത് കഥ ഫില്ല് ചെയ്യുന്നതിന് പകരം ചുമ്മാ സീനുകളെ വലിച്ചു നീട്ടി അതിൻ്റെ ഡ്യൂറേഷൻ എത്തിക്കുന്നത് പോലെ ഉള്ള ഒരു പരിപാടിയാണ് ഇത് കാണുമ്പോൾ തോന്നുന്നത്. ബൈജുവിൻ്റെ സ്വതസിദ്ധമായിട്ടുള്ള ശൈലിയിലുള്ള തമാശകൾ, അതിൻ്റെ ഇടയിൽ കുറച്ച് അണ്ണൻ തങ്ങച്ചി പാസം, അങ്ങനെ കുറേ സാധനങ്ങൾ കാണിച്ച് ത്രില്ലർ എലമെൻറ്റിൽ നിന്ന് പടം വഴുതി പോകുന്നുണ്ട്. സിനിമയുടെ മധ്യഭാഗത്ത് വെച്ച് പൂർണ്ണമായും ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് കഥ മാറുമ്പോൾ ഈ വലിച്ചു നീട്ടലുകൾ വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ജോക്കുട്ടനുമായ ഒരു ലവ് ആംഗിൾ ക്രിയേറ്റ് ചെയ്യാൻ കാണിച്ചിട്ടുള്ള പോലീസ് കഥാപാത്രമൊന്നും സിനിമയ്ക്ക് യാതൊരു തരത്തിലും ആവശ്യമുള്ള ഒന്നല്ല. ഇന്റർവെൽ ട്വിസ്റ്റിൽ കണ്ട സംഭവം ഒട്ടും അപ്പീലിംഗ് അല്ലാത്ത രീതിയിൽ ഒതുക്കി തീർത്ത് കളയുന്നുണ്ട്. പിന്നീട് ചെറുതായിട്ട് എക്സാജറേറ്റഡ് ആയിട്ടുള്ള എക്സ്പ്രഷൻസ് ഒക്കെ ഉപയോഗിച്ച് തൻ്റെ യൂഷ്വൽ പരിപാടികളിൽ കൂടെ ജോക്കുട്ടനെ ഇന്ദ്രജിത്ത് അവതരിപ്പിച്ചിട്ടുണ്ട്. പല സ്ഥലത്തും ഇന്ദ്രജിത്തിൻ്റെ ബോഡിയും ബോഡി ലാംഗ്വേജും തമ്മിലുള്ള കോൺട്രഡിക്ഷൻ ഒരു രസം കൊല്ലിയാവുന്നുണ്ട്. കോമഡി സൈഡ് കിക്കുകൾക്ക് കൊടുക്കാവുന്ന ഒരു സാധാരണ കഥാപാത്രം ബൈജു സന്തോഷ് വന്നപ്പോൾ കുറച്ചധികം കോമഡി കുത്തിക്കയറ്റി റീറൈറ്റ് ചെയ്ത പോലെ തോന്നി. ട്രിവാൻഡ്രം സ്ലാങ് ഹ്യൂമറിനെയൊക്കെ വളരെയധികം ഓവർ യൂസ് ചെയ്ത് വെറുപ്പിക്കുന്നുണ്ട്. സംവിധായകൻ ദീപു കരുണാകരൻ ഈ സിനിമയുടെ കോ പ്രൊഡ്യൂസർ കൂടിയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള DYSPയുടെ കഥാപാത്രത്തെ ഒരു ശരാശരി രീതിയിൽ അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട്. മറീന മൈക്കിൾ, അനൂപ് മേനോൻ, അലൻസിയർ, സുധീർ കരമന ഇവരൊക്കെയാണ് ഈ സിനിമയിലെ മറ്റ് പ്രധാന താരങ്ങൾ. ഈ സിനിമയിലെ പ്രധാന ഭാഗത്തോട് തന്നെ ചേർന്ന് നിന്നുകൊണ്ട് പ്രേക്ഷകനെ പിടിച്ചിരുത്തുന്ന മൊമെൻറ്റുകൾ ക്രിയേറ്റ് ചെയ്യാൻ തിരക്കഥയ്ക്ക് സാധിച്ചിരുന്നെങ്കിൽ ഏറ്റവും അവസാനം അവർ കാണിക്കുന്ന ഹീറോയെ ചുറ്റിപ്പറ്റിയുള്ള ട്വിസ്റ്റുകൾ കാണുമ്പോൾ കുറച്ചെങ്കിലും രസകരമായി തോന്നിയേനെ. അനാവശ്യമായി കുറേ കഥാപാത്രങ്ങളും അനാവശ്യമായ കുറേ കോമഡികളും ഒക്കെ കുത്തിക്കയറ്റി നീട്ടി കൊണ്ടുപോയത് കാരണം ചില ബാക്ക് സ്റ്റോറികൾ അവസാനം കാണിക്കുമ്പോൾ എങ്ങനെയെങ്കിലും പടത്തിനെ രക്ഷിക്കാൻ വേണ്ടി തട്ടിക്കൂട്ടിയ ട്വിസ്റ്റുകളാണ് അവയൊക്കെ എന്നാണ് കാണുമ്പോൾ തോന്നിപ്പോവുക.